ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷാ സമവാക്യങ്ങളെയും ആഗോള ഭൗമരാഷ്ട്രീയത്തെയും വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് തന്ത്രപ്രധാനമായ ക്യൂഷം ദ്വീപിന് സമീപം ശത്രുപക്ഷത്തിന്റെ അത്യാധുനിക ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സമുദ്രപാതകളിലൊന്നിന് തൊട്ടുമുകളിൽ നടന്ന ഈ വ്യോമാക്രമണം കേവലം ഒരു പ്രാദേശിക സംഭവം എന്നതിനപ്പുറം പശ്ചിമേഷ്യയിൽ പുകയുന്ന വൻ ശക്തി സംഘർഷങ്ങളുടെ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയോടെ നിലയുറപ്പിച്ച മേഖലയിലാണ് ഈ സൈനിക നടപടി ഉണ്ടായിരിക്കുന്നത് എന്നത് സംഭവത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഇറാനിയൻ മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച ഒരു അജ്ഞാത നിരീക്ഷണ ഡ്രോണിനെയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഉൾപ്പെടെയുള്ള സംയുക്ത പ്രതിരോധ സേനകൾ തകർത്തത്. ഔദ്യോഗിക വാർത്താ ഏജൻസികൾ ഈ ഡ്രോണിനെ അമേരിക്കൻ സയനിസ്റ്റ് സഖ്യത്തിന്റെ അധിനിവേശ ശ്രമമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വ്യക്തമായ തെളിവുകളോ വിമാനത്തിന്റെ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകളോ ഇനിയും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ലെങ്കിലും പ്രസ്താവനയിലെ ഈ കടുത്ത പ്രയോഗം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര യുദ്ധത്തിന് വീണ്ടും മൂർച്ച കൂട്ടുമെന്ന് ഉറപ്പാണ്. ആക്രമണം നടന്നതായി പറയപ്പെടുന്ന ക്യൂഷം ദ്വീപിന്റെ തീരപ്രദേശങ്ങളിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കടൽ തീരത്തെ കടിഞ്ഞുകൂടിയ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ എന്ന് കരുതപ്പെടുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് തദ്ദേശീയർ പങ്കുവച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളുടെ വിശ്വാസ്യത സ്വതന്ത്ര ഏജൻസികൾ പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഹോർമൂസ് കടലിടുക്കിന് മുകളിലൂടെയുള്ള നിരീക്ഷണ പറക്കലുകളും വ്യോമാക്രമണങ്ങളും പുതിയൊരു യുദ്ധമുഖം തുറക്കുന്ന തരത്തിൽ ശക്തമായിട്ടുണ്ടെന്ന അനുമാനങ്ങൾക്ക് ഇത് അടിവരയിടുന്നു. ആഗോള ഇന്ധന വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിന് തൊട്ടുമുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്യൂഷം ദ്വീപ് ഇറാന്റെ സൈനിക പ്രതിരോധ ഭൂപടത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്ന ഈ സമുദ്രപാതയുടെ പൂർണ്ണമായ നിയന്ത്രണം കൈപ്പിടിയിലൊതുക്കാൻ ഇറാൻ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ്. അത്തരമൊരു പ്രദേശത്ത് നടക്കുന്ന ചെറിയൊരു സൈനിക നീക്കം പോലും ആഗോള വിപണിയെയും അന്താരാഷ്ട്ര സുരക്ഷയെയും ഒരേപോലെ ബാധിക്കുന്ന ഒന്നായി മാറാൻ അധിക സമയം വേണ്ടതില്ല. ഈ തന്ത്രപ്രധാനമായ വ്യോമ പ്രതിരോധ വിജയം ഇറാന്റെ സൈനിക മിടുക്കിന്റെ മാത്രം പ്രകടനമല്ല, മറിച്ച് ശത്രുക്കൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇതേ മേഖലയിൽ വെച്ച് മറ്റൊരു ശത്രുതാപരമായ ഡ്രോണിനെ തങ്ങൾ വിജയകരമായി പ്രതിരോധിച്ചതായി ടെഹ്റാൻ അവകാശപ്പെട്ടത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം വ്യോമാതിർത്തി ലംഘനങ്ങളെ രാജ്യം എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ക്യൂഷം ദ്വീപിന് സമീപം നടന്നിരിക്കുന്ന ഈ ആക്രമണം. ഇറാന്റെ തദ്ദേശീയമായ സൈനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ വിപണിയിൽ അടയാളപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് ഈ ഡ്രോൺ നാശം. തങ്ങൾ പുതിയതായി വികസിപ്പിച്ചെടുത്ത ആരാഷ് ഇ കമാൻഡ് ഗീർ എന്ന അത്യാധുനിക ഇന്റർസെപ്റ്റർ മിസൈൽ സംവിധാനമാണ് മുൻപത്തെ ആക്രമണത്തിൽ ഇറാൻ ഉപയോഗിച്ചതെന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. സ്വന്തം മണ്ണിൽ നിർമ്മിച്ച പ്രതിരോധ സാമഗ്രികൾ ഉപയോഗിച്ച് പാശ്ചാത്യ ശക്തികളുടെ അത്യാധുനിക യുദ്ധോപകരണങ്ങളെ നേരിടാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ ഇറാൻ നടത്തുന്നത്. പടിഞ്ഞാറൻ ഏഷ്യയിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഡ്രോൺ ആക്രമണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ ശൃംഖലകൾക്ക് ഏറ്റ വലിയൊരു തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നു. ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളെയും ആണവ നിലയങ്ങളെയും നിരീക്ഷിക്കാൻ അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന ആക്ഷേപം ഇറാൻ പണ്ട് മുതലേ ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ പിടിച്ചെടുക്കപ്പെട്ട അവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിലൂടെ ശത്രു രാജ്യങ്ങളുടെ സാങ്കേതിക രഹസ്യങ്ങൾ ചോർത്താൻ ഇറാന് സാധിച്ചേക്കുമെന്ന ആശങ്കയും പാശ്ചാത്യ കേന്ദ്രങ്ങൾക്കുണ്ട്. സംഭവത്തോട് വാഷിംഗ്ടണോ അല്ലെങ്കിൽ ടെല്ലവീവോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. തങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യോമാക്രമണ വാഹനങ്ങളോ നിരീക്ഷണ സംവിധാനങ്ങളോ മേഖലയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പെന്റഗൺ മൗനം പാലിക്കുകയാണ്. ഈ മൗനം ഒന്നുകിൽ സൈനിക രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാകാം, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ തിരിച്ചടിക്കുള്ള പദ്ധതിയുടെ മുന്നൊരുക്കമാകാം. അന്താരാഷ്ട്ര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രോൺ വേട്ട മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമോ എന്ന ഭീതിയാണ് ഉയർത്തുന്നത്. മേഖലയിൽ US നാവികസേനയുടെ സാന്നിധ്യം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ആക്രോശങ്ങൾ ഇരുഭാഗവും തമ്മിലുള്ള നേരിട്ടുള്ള വെടിവെപ്പിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേക്കാം. ചെറിയൊരു തെറ്റിദ്ധാരണ പോലും
വലിയൊരു പ്രാദേശിക യുദ്ധത്തിന് വഴിമരുന്നിട്ടേക്കാവുന്ന അവസ്ഥയിലാണ് നിലവിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് തങ്ങളുടെ പ്രാദേശിക സഖ്യകക്ഷിയായ ഹിസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയ സംഘടനകൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ സംഭവം കാരണമാകും. പാശ്ചാത്യ ശക്തികളുടെ പ്രതിരോധ കോട്ടകളെ ഭേദിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നതിലൂടെ തങ്ങളുടെ കീഴിലുള്ള സായുധ ഗ്രൂപ്പുകളെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ ടെഹ്റാന് കഴിയും. ഇത് ചെങ്കടലിലെയും ഗൾഫ് മേഖലയിലെയും സുരക്ഷാന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ. സാമ്പത്തിക രംഗത്തും ഈ വ്യോമാക്രമണത്തിന്റെ പ്രതിഫലനങ്ങൾ ദൃശ്യമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളുടെയും ഓയിൽ ടാങ്കറുകളുടെയും ഇൻഷുറൻസ് തുക കുത്തനെ ഉയരാൻ ഇത്തരം സംഭവങ്ങൾ കാരണമാകുന്നു. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ ഉണ്ടാകാനിടയുള്ള പെട്ടെന്നുള്ള വർധനവ് ലോകമെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ പോലും ഉലയ്ക്കാൻ പോന്നതാണ്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ സൈനിക വിജയം നിലവിലെ ഭരണകൂടത്തിന് വലിയൊരു രാഷ്ട്രീയ ഊർജം നൽകും. വിദേശ ഉപരോധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും മൂലം വലയുന്ന ജനതയ്ക്ക് മുന്നിൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ സൈന്യം സദാ സന്നദ്ധമാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഇതിലൂടെ കഴിയും. ദേശീയ വികാരം ഉണർത്തിവിട്ടുകൊണ്ട് ഭരണകൂടത്തിനെതിരെയുള്ള ആഭ്യന്തര ജനരോഷത്തെ ഒരു പരിധിവരെ തണുപ്പിക്കാൻ ഈ ഡ്രോൺ വേട്ട സഹായിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അമേരിക്കയും സഖ്യകക്ഷികളും ഈ മേഖലയിൽ തങ്ങളുടെ നിരീക്ഷണ പറക്കലുകൾ പൂർണ്ണമായി നിർത്തലാക്കാൻ സാധ്യതയില്ല എന്നതും സംഭവത്തിന്റെ ഗൗരവം കൂട്ടുന്നു. ഇറാന്റെ പുതിയ ഇന്റർസെപ്റ്റർ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള കൂടുതൽ വിപുലമായ ഇലക്ട്രോണിക് യുദ്ധമുറകളിലേക്ക് അമേരിക്ക വരും ദിവസങ്ങളിൽ കടന്നേക്കാം. വ്യോമാതിർത്തികൾക്ക് മുകളിലുള്ള ഈ സാങ്കേതിക മത്സരം വരും നാളുകളിൽ കൂടുതൽ പ്രകോപനപരമായ സൈനിക നീക്കങ്ങൾക്ക് കാരണമാകും. റഷ്യ, ചൈന തുടങ്ങിയ ആഗോള ശക്തികളുടെ നിലപാടുകളും ഈ സാഹചര്യത്തിൽ നിർണായകമാണ്. ഇറാനുമായി അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഈ രാജ്യങ്ങൾ മേഖലയിലെ അമേരിക്കൻ ഇടപെടലുകളെ ചെറുക്കാനുള്ള ഇറാന്റെ അവകാശത്തെ പിന്തുണയ്ക്കാനാണ് സാധ്യത. ഇത് ലോകക്രമത്തെ വീണ്ടും രണ്ട് ധ്രുവങ്ങളിലാക്കി മാറ്റുകയും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ പുതിയ തർക്കങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്യും. ക്യൂഷൻ ദ്വീപിന്റെ തീരത്ത് തകർന്നടിഞ്ഞ ആ ശത്രു ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ കേവലം ലോഹ കഷ്ണങ്ങളല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ പ്രവചനമാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടാത്ത പക്ഷം ഹോർമൂസ് കടലിടുക്കിലെ ഈ ചാരപ്പുക വലിയൊരു ആഗോള പ്രതിസന്ധിയായി കത്തി ഒഴുകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.